കൂത്താട്ടുകുളം തട്ടിക്കൊണ്ടുപോകൽ കേസിൽ കൗൺസിലർ കലാരാജുവിന് വീണ്ടും സമൻസ് നൽകും. രഹസ്യമൊഴിയെടുക്കാൻ മറ്റൊരു തീയതി നൽകും. കല ഇന്നലെ രഹസ്യമൊഴി നൽകാൻ എത്താതിരുന്നതിനാൽ പോലീസിന് ആശങ്കയുണ്ട്. വിവരങ്ങളുമായി ബിനിൽ ചേരുന്നു. ബിനിൽ, ഗുഡ് മോർണിംഗ്. രഹസ്യമൊഴിയെ എടുക്കാൻ ഇന്നലെ വരാതിരുന്നത് ആരോഗ്യ കാരണങ്ങൾ കൊണ്ടാണോ, അതോ ഇതിന് പിന്നിൽ മറ്റെന്തെങ്കിലും ഉണ്ടോ? പോലീസിന്റെ ആശങ്ക എന്താണ്? ഗുഡ് മോർണിംഗ് മോത്തി. ഇക്കാര്യത്തിൽ പോലീസിന് ചില ആശങ്കകളുണ്ട്. കാരണം ഇന്നലെ തന്നെ കലാരാജു രഹസ്യമൊഴി നൽകുമെന്നതായിരുന്നു അവർ പ്രതീക്ഷിച്ചിരുന്നത്. അങ്ങനെ രഹസ്യമൊഴി നൽകിയാൽ അതിന്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ അറസ്റ്റിലേക്ക് പോകുക എന്നതാണ് പോലീസ് ഉദ്ദേശിക്കുന്നത്. കാരണം ഈ രഹസ്യമൊഴി വളരെ പ്രധാനമാണ്. ആർക്കൊക്കെ എതിരെയാണ് അവർ മൊഴി നൽകുന്നത് എന്നത് പ്രധാനമാണ്. അതിനനുസരിച്ച് വേണം തുടർന്നുള്ള നടപടികളിലേക്ക് പോലീസിന് പോകാൻ. കാരണം വലിയൊരു ജനക്കൂട്ടം തന്നെ അവിടെ ഉണ്ടായിരുന്നു. ഇരു പാർട്ടികളും സംഘടിച്ചെത്തിയിരുന്നു. അപ്പോൾ കലാരാജുവിന് പരസ്പരം അറിയാവുന്നവർ തന്നെയാണ് അവിടെ ഉണ്ടായിരുന്നത്. അവരിൽ ആരാണ് തന്നെ ഉപദ്രവിച്ചത് എന്നത് കലാരാജുവിന് കൃത്യമായി അറിയാം. അതുകൊണ്ട് തന്നെ അവരുടെ പേരുകൾ കൃത്യമായി ആ മൊഴിയുടെ ഭാഗമായി വന്നാലായിരിക്കും കൃത്യമായിട്ടുള്ള പ്രതികളിലേക്ക് പോലീസിന് പോകാൻ കഴിയുക. ഇപ്പോൾ കലാരാജുവിന്റെ മകൻ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഈ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. CPM നേതാക്കളുടെ ഒക്കെ തന്നെ പേരുകളിൽ എഫ്ഐആർ വന്നിരിക്കുന്നത്. പക്ഷേ യഥാർത്ഥത്തിൽ അവിടെ തട്ടിക്കൊണ്ടുപോകലിന് ഇരയായ വ്യക്തി കലാരാജുവാണ്. അതുകൊണ്ട് തന്നെ കലാരാജു എന്ത് രഹസ്യമൊഴിയായി നൽകുന്നു എന്നത് തന്നെയാണ് പ്രധാനം. അതിനനുസരിച്ച് പോലീസിന് കൂടുതൽ അറസ്റ്റിലേക്ക് പോകാൻ കഴിയുകയുള്ളൂ. എന്തായാലും കലാരാജുവിന് പുതിയ സമൻസ് നൽകും. കോലഞ്ചേരി മജിസ്ട്രേറ്റ് തന്നെയായിരിക്കും സമൻസ് നൽകുക. അതിനനുസരിച്ചായിരിക്കും ഇനി രഹസ്യമൊഴി രേഖപ്പെടുത്തുക. ഇപ്പോൾ എന്തുകൊണ്ടവർ അതിന് തയ്യാറാകുന്നില്ല, അതായത് ഇന്നലെ എന്തുകൊണ്ടവർ കോടതിയിലേക്ക് എത്തിയില്ല എന്നത് കോൺഗ്രസ് നേതൃത്വം അടക്കം മറുപടി പറയേണ്ട വിഷയമാണ് എന്നാണ് ഇപ്പോൾ CPM ആരോപിക്കുന്നത്. കാരണം ഇതിന് പിന്നിൽ ചില സംശയങ്ങൾ CPM-ന് ഉണ്ട് താനും. അതവർ മുന്നോട്ട് വയ്ക്കുകയും ചെയ്യുന്നുണ്ട്. ഇനി മറ്റൊരു വശത്ത് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് LDF കൗൺസിലർമാരെ, അതായത് നഗരസഭാ ചെയർപേഴ്സൺ അടക്കമുള്ളവരെ ആക്രമിച്ചതിന് കോൺഗ്രസ് നേതാക്കളും പ്രതികളായിട്ടുണ്ട്. അവരുടെ അറസ്റ്റിലേക്കും പോലീസ് നീങ്ങുകയാണ്. ഇതേ തുടർന്ന് പ്രതികളായിട്ടുള്ള കോൺഗ്രസ് നേതാക്കൾ പലരും ഒളിവിലേക്ക് പോവുകയും ചെയ്തിട്ടുണ്ട്. മോത്തി.